ദേ കോൾ ഹിം OG. സുജീത് സംവിധാനം ചെയ്ത് പവൻ കല്യാൺ, ഇമ്രാൻ ഹാഷ്മി, പ്രകാശ് രാജ്, അർജുൻ ദാസ്, ശ്രിയ റെഡ്ഡി, പ്രിയങ്ക മോഹൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ തെലുഗു ആക്ഷൻ ക്രൈം ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു റിട്ടയർഡ് ഗ്യാങ്സ്റ്ററായ ഓജസ് ഗംഭീരയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ സത്യത്തിൽ ഫുൾ നെഗറ്റീവ് അഭിപ്രായമൊക്കെ കേട്ടിട്ടാണ് ഈ പടം കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ എന്റെ ലോജിക്കിനെയും ഒക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ചുമ്മാ ഒരു രസത്തിന് പോയി കാണാം എന്ന് വിചാരിച്ചാണ് പടം കാണാനായിട്ട് ചെന്നിരുന്നത്. പക്ഷെ ഒരു കണ്ടിരിക്കബിൾ, എന്റർടൈനിങ് ആയിട്ടുള്ള, ഡീസന്റ് ആയിട്ടുള്ള ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് വന്ന പല തമിഴ്, തെലുഗു, ഹിന്ദി സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ പാൻ ഇന്ത്യൻ ആക്ഷൻ പടങ്ങളായിട്ട് പടച്ചുവിട്ട വൻ ദുരന്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഭേദമായിട്ട് എനിക്ക് തോന്നി. തുടക്കത്തിലെ ഒരു ജപ്പാൻ സീൻ, പിന്നെ കപ്പലിലുള്ള ഒരു ഇൻട്രോ ഫൈറ്റ്, ആ ഒരു പയ്യൻ, പിന്നെ 93-ലെ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല എന്റർടൈനിങ് ആയിട്ടാണ് പടം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് ഇത്രയും ട്രോളാനും മാത്രം തല്ലിപ്പൊളി പടം ഒന്നും അല്ലല്ലോ എന്നൊരു ഫീൽ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫില് പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ സീൻ വരെയും പടം ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലീഷേ പ്രോമാക്സ് ആക്കി കൊളവാക്കിയിട്ടുണ്ട്. അർജുൻ ദാസിന്റെ ഒക്കെ ഒരു തൊലിഞ്ഞ ബാക്ക് സ്റ്റോറിയും തട്ടിക്കൊണ്ടുപോകലും അടുത്ത പാർട്ടിന് വേണ്ടിയുള്ള ചപ്പടാച്ചി ഏർപ്പാടും എല്ലാം കൊണ്ട് കാലം മുടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ നൈസ് ഫസ്റ്റ് ഹാഫ്, ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള മേക്കിംഗ്, പ്രത്യേകിച്ച് ഗംഭീര സ്കോറും മ്യൂസിക്കും നല്ല വിഷ്വലുകള്, ഇതൊക്കെയും പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. പവൻ കല്യാണിനെ അന്യായ ബിൽഡപ്പിലും തമിഴ് തെലുഗുവിലെ സൂപ്പർ ആക്ഷൻ സ്റ്റാറുകളെയൊക്കെ അസൂയപ്പെടുത്തുന്ന രീതിയിലും അവതരിപ്പിക്കാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഇതിന് ഡയറക്ടർ പുള്ളിയുടെ ഒരു കട്ട ഫാനാണെന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ കുറെ തള്ളുവീരന്മാരായിട്ടുള്ള തമിഴ് ഡയറക്ടർമാരൊക്കെ ഫാൻ ബോയ് ആണെന്നൊക്കെ പറഞ്ഞ് തന്നെ അവതരിപ്പിക്കുന്നതാണ്. പക്ഷെ എങ്ങനെ അവരുടെ ആരാധനാപാത്രങ്ങളെ സ്ക്രീനിൽ ഒരു രോമാഞ്ചിഫിക്കേഷൻ തരുന്ന വിധത്തിൽ അവതരിപ്പിക്കണമെന്നുള്ളത് ഈ ഡയറക്ടർ ഒന്ന് കണ്ടുപിടിച്ചാൽ കൊള്ളാം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ കാര്യം ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പവൻ കല്യാണിന് മാസ് രംഗങ്ങളല്ലാതെ വേറൊന്നും നന്നായിട്ട് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ഇപ്പം ഇമോഷൻ സീൻസ് ഒക്കെ എന്ത് തേങ്ങ എക്സ്പ്രഷൻ ആണ് പുള്ളി കാണിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവിടെ തമൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് BGM ഇട്ടതുകൊണ്ട് മാത്രം അങ്ങേരുടെ ഉള്ളിൽ സങ്കടം ഉണ്ടായിരിക്കും എന്നൊരു തോന്നൽ നമുക്കുണ്ടായി എന്ന് മാത്രം. ഇതിൽ ശ്രേയ റെഡ്ഡിയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളുടെ ഒരു 10% ഇങ്ങേരുടെ മുഖത്ത് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. പിന്നെ ഫസ്റ്റ് ഹാഫില് പുള്ളിയെ കുറച്ചു നേരെ കാണിക്കുന്നുള്ളൂ. കൂടുതലും അവൻ വരും, എല്ലാവരെയും കൊല്ലും ടൈപ്പ് മൂപ്പൻ തള്ളൽ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു തള്ളലാണെങ്കിൽ പോലും അത് ഡീസന്റ് ആയ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓവർ ആക്കിയിട്ടില്ല എന്ന് പറയാം. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഇമ്രാൻ ഹാഷ്മി അന്യായ ലുക്കും സ്വാഗും ഒക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇമ്രാൻ ഹാഷ്മിയെ പിടിച്ചതിലെ നായകനും മറ്റേ പുള്ളിയെ പിടിച്ച് വില്ലനും ആക്കിയിരുന്നെങ്കിൽ കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇമ്രാൻ ഹാഷ്മിക്ക് തെലുങ്കിൽ അത്ര സ്റ്റാർ വാല്യൂ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇമ്രാൻ ഹാഷ്മിക്ക് തമൻ കൊടുത്തിട്ടുള്ള ഒരു ഇൻട്രോ BGM കിടുവായിരുന്നു. പ്രകാശ് രാജിന് ഒരു സ്ഥിരം റോളാണ്. പക്ഷെ തമിഴിൽ വേറെ പലരും കൊണ്ട് എന്തിനാ ഇങ്ങനെ ഡബ് ചെയ്യിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ക്ലീഷേ ചാകാൻ വേണ്ടിയുള്ള ഒരു നായിക റോൾ ആയിരുന്നെങ്കിലും പ്രിയങ്ക മോഹൻ കൊള്ളാമായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ ഒരു സോങ് ഒക്കെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. പണ്ട് തിമിരിൽ തുടങ്ങിയ ഈ ഒരു കലിപ്പത്തി ഭാവമുള്ള റോളുകൾ ശ്രിയ റെഡ്ഡിയെ ഒരു ടൈപ്പ് കാസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ റിട്ടേൺ വന്നപ്പോഴും ഇതുപോലെ മസിൽ പിടിച്ച മുഖഭാവമായിട്ടുള്ള സ്ഥിരം റോളുകളാണ് പുള്ളിക്കാരിക്ക് കിട്ടാറുള്ളത്. അതും തെലുഗുവിൽ ചെല്ലുമ്പോൾ തള്ളിമറിക്കൽ തള്ള റോളുകളാണ് കിട്ടുന്നത്. അത്തരത്തിലുള്ള ആണെങ്കിൽ കൂടിയും ശ്രിയ റെഡ്ഡിക്ക് ഇതിൽ കുഴപ്പമില്ലാത്ത പ്രാധാന്യമുള്ള ഒരു വേഷമാണ് കിട്ടിയത്. നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സുദേവ് നായർക്ക് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു വേഷമുണ്ട്. പിന്നെ ഹരീഷ് ഉത്തമൻ, ശ്യാം തുടങ്ങിയവരും പടത്തിലുണ്ട്. കുറച്ച് ക്യാമിയോ അപ്പിയറൻസും പടത്തിലുണ്ട്. രവി കെ ചന്ദ്രനും മനോജ് പരമഹംസയും ചേർന്ന് ഒരുക്കിയ ഫ്രെയിംസ് ഒക്കെ തിയേറ്ററിൽ പടം കണ്ട് ആസ്വദിക്കാനുള്ളത് ഉണ്ട് എന്ന് പറയാം. നവീൻ നൂലിയാണ് ഇതിന്റെ എഡിറ്റിംഗ്. പക്ഷേ ഈ പടത്തിന്റെ മൊത്തം സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് തമൻ ആണ് എന്ന് പറയാം. അങ്ങേരെ അജ്ജാതി ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെയാണ് പടത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ഇത്രയുമെങ്കിലും ഒരു പോസിറ്റീവ് വരുന്നത് പുള്ളിയുടെ മ്യൂസിക് കൊണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അതിനും മാത്രം പടത്തെ എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയും ഇല്ലായിരുന്നു. കത്തി ഉണ്ടെങ്കിൽ പോലും ഇതിലെ ആക്ഷൻ സീനുകളും കണ്ടിരിക്കാവുന്നതാണ്. സ്ഥിരം ബോംബ് കഥ, ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണ് പടത്തിന്റെ മെയിൻ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. യാതൊരു പുതുമയും ഇല്ലാത്ത ലക്ഷക്കണക്കിന് തവണ നമ്മൾ കണ്ടുമടുത്തൊരു കഥയാണ്. പിന്നെ അടുത്ത ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലെ നായകൻ പവൻ കല്യാൺ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മാസ് സീനൊക്കെ കൊള്ളാമെങ്കിലും ഇമോഷൻസ് വൻ ശോകമാണ്. പോരാത്തതിന് പുള്ളി മാസ് ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ പുള്ളിയുടെ ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാവാം കൂടുതൽ പേർക്ക് അതൊരു ഫീൽ, ഒരു ഇമ്പാക്ട് നൽകുന്നില്ല. പകരം വല്ല അല്ലു അർജുനോ മഹേഷ് ബാബു, വിജയ് ദേവരകൊണ്ടയൊക്കെ ആയിരുന്നെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ കുറച്ചുകൂടി ഇമ്പാക്ട് നൽകിയേനെ. പിന്നെ നെഗറ്റീവ്സ്, ഈ പടം സെക്കൻഡ് ഹാഫിൽ ഈ കണ്ടുമെടുത്ത കാഴ്ചകളും അടുത്ത പാട്ടിലേക്കുള്ള അനാവശ്യ ബിൽഡപ്പും ഒക്കെ കൊണ്ട് നല്ല രീതിയിൽ നമ്മളെ ലാഗടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം തോന്നിയത് 93 കാലഘട്ടം കാണിക്കുമ്പോൾ ചില ആക്ടേഴ്സ് ചില സമയത്ത് മാത്രം 70കളുടെ അവസാനവും അല്ലെങ്കിൽ 80s ഒക്കെ തുടക്കത്തിലുള്ള ബെൽബോട്ടം പാൻറ്റൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂംസിൽ ഒരു ഇത്രയും ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് തോന്നിപ്പോയി. ആകമൊത്തം ടോട്ടലിൽ കുഴപ്പമില്ലാത്ത ഒരു ഫസ്റ്റ് ഹാഫും ക്ലീഷേ പ്രോമാക്സ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫുമുള്ള ആ ഒരു സെക്കൻഡ് ഹാഫ് കൊണ്ട് ബിലോ ആവറേജ് ആയിട്ട് പോയ ഒരു ആക്ഷൻ പടമാണിത്. ഫാൻസിന് പടം ഇഷ്ടപ്പെട്ടു
ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. 2 മണിക്കൂർ 34 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കുട്ടികൾക്കുള്ള പടമല്ല, വയലൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും രക്തം ഇങ്ങനെ തുണിയിലേക്ക് അല്ലെങ്കിൽ ഭിത്തിയിലേക്കൊക്കെ തെറിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ 16+ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.